മനുഷ്യഭാവനയിലെ വളരെ വിചിത്രവും കൗതുകകരവുമായ ഒരു സങ്കല്പമാണ് ബെഞ്ചമിൻ ബട്ടൺ. പ്രായം കൂടുന്തോറും ചെറുപ്പമായി വരുന്ന ഒരാളുടെ കഥയാണിത്. സാധാരണയായി മനുഷ്യൻ ജനിക്കുമ്പോൾ കുഞ്ഞായും വളരുമ്പോൾ വലിയ വയസ്സായ ആളുകളായും മാറുന്നു. എന്നാൽ ബെഞ്ചമിൻ ബട്ടൺ ജനിക്കുന്നത് 80 വയസ്സ് പ്രായമുള്ള ഒരു വൃദ്ധൻ്റെ ശരീരവുമായാണ്. കാലം മുന്നോട്ട് പോകുന്തോറും അയാൾക്ക് പ്രായം കുറയുകയും അവസാനം ഒരു ശിശുവായി അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നു. ഇതിനെ റിവേഴ്സ് ഏജിങ് അഥവാ വിപരീത വാർദ്ധക്യം എന്ന് വിളിക്കുന്നു. പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരനായ എഫ്. സ്കോട്ട് ഫിറ്റ്സ്ജെറാൾഡ് 1922 എഴുതിയ ദ ക്യൂരിയസ് കേസ് ഓഫ് ബെഞ്ചമിൻ ബട്ടൺ എന്ന ചെറുകഥയിലൂടെയാണ് ഈ കഥാപാത്രം പിറക്കുന്നത്. എഴുത്തുകാരനായ മാർക്ക് ട്വെയിൻ പറഞ്ഞ ഒരു വാചകമാണ് ഈ കഥയ്ക്ക് പ്രചോദനമായതെന്ന് പറയപ്പെടുന്നു. ജീവിതത്തിലെ ഏറ്റവും മികച്ച ഭാഗം അഥവാ യൗവനം തുടക്കത്തിലും മോശം ഭാഗം വാർദ്ധക്യം അവസാന കാലഘട്ടത്തിലും വരുന്നത് വളരെ കഷ്ടമാണ്. ഇത് തിരിച്ചിട്ടാൽ എങ്ങനെയായിരിക്കും എന്ന ചിന്തയിൽ നിന്നാണ് ബെഞ്ചമിൻ ബട്ടൺ ഉണ്ടായത്. 2008 ഡേവിഡ് ഫിഞ്ചർ ഈ കഥയെ ആസ്പദമാക്കി ഒരു സിനിമ പുറത്തിറക്കി. ബ്രാഡ് പിറ്റാണ് ബെഞ്ചമിൻ ബട്ടനായി അഭിനയിച്ചത്. ഈ സിനിമ 3 ഓസ്കാർ അവാർഡുകൾ നേടിയിട്ടുണ്ട്. ശരീരം ചെറുപ്പമാകുന്നുണ്ടെങ്കിലും ബെഞ്ചമിൻ ബട്ടൻ്റെ മനസ്സ് സാധാരണ പോലെ വളരുന്നുണ്ട്. അതായത് ഒരു കുട്ടിയുടെ ശരീരമുള്ളപ്പോൾ അയാൾക്ക് ഒരു വൃദ്ധൻ്റെ അനുഭവ സമ്പത്തുണ്ടാകും. ഇത് പല സാമൂഹികവും മാനസികവുമായ പ്രതിസന്ധികൾ കഥയിൽ ഉണ്ടാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് ഇങ്ങനെ പ്രായം കുറയ്ക്കുവാൻ കഴിയില്ല. എന്നാൽ പ്രൊജേരിയ എന്നൊരു ജനിതക അവസ്ഥയുണ്ട്. ഇതിനെ ബെഞ്ചമിൻ ബട്ടൺ സിൻഡ്രോം എന്നും വിളിക്കാറുണ്ട്. പക്ഷേ ഇത് കഥയിലേതിന് നേരെ വിപരീതമാണ്. ഈ അവസ്ഥയിലുള്ള കുട്ടികൾ വളരെ വേഗത്തിൽ വയസ്സാവുകയും ചെറിയ പ്രായത്തിൽ തന്നെ വൃദ്ധരെ പോലെ കാണപ്പെടുകയും ചെയ്യുന്നു. ഈ കഥ നൽകുന്ന വലിയൊരു പാഠം എന്തെന്നാൽ സമയത്തിൻ്റെ വിലയാണ്. പ്രായം മുന്നോട്ടോ പിന്നോട്ടോ എന്നതല്ല, മറിച്ച് നമ്മൾ ജീവിക്കുന്ന നിമിഷങ്ങളെ എങ്ങനെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് ഇതിലെ സാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.